ഹായ് മച്ചാനെ, നമസ്കാരം. ഞാൻ പച്ചക്കറി മച്ചാൻ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മച്ചാന്മാർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് മച്ചാനിവിടെ പറഞ്ഞുതരാൻ പോകുന്നത്, നമ്മുടെ തെങ്ങുകളിൽ ധാരാളം തേങ്ങ നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കുറച്ച് ചെറിയ സിമ്പിൾ ട്രിക്കുകളെക്കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത്. ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്, നമ്മുടെ തെങ്ങിന് വളർച്ച മുരടിച്ച് നിൽക്കുകയും അതുപോലെ തന്നെ തെങ്ങ് പൊതുവെ മഞ്ഞളിപ്പ് കാണുന്നതായും പലരും കമൻറ്റിലൂടെയും മറ്റുമൊക്കെ എന്നെ അറിയിച്ചിട്ടുള്ള കാര്യമാണ്. പല കർഷകരും ഇതുപോലെ മഞ്ഞളിപ്പും അതുപോലെ തന്നെ ചെറിയ ഇലകളിൽ കുരുടിപ്പും കണ്ടു കഴിഞ്ഞാൽ പലരും വിചാരിക്കുന്നത് ഇത് വലിയ എന്തോ ഒരു അസുഖത്തിലേക്കുള്ള പോക്കാണ് എന്നാണ്. എന്നാൽ ഇത് സാധാരണഗതിയിൽ മറ്റസുഖങ്ങളോ കാര്യങ്ങളോ ഒന്നുമല്ല. നൈട്രജൻ്റെ അളവ് മണ്ണിൽ കുറയുന്നതിനനുസരിച്ചാണ് നമ്മുടെ ചെടികളിൽ ധാരാളമായി ഇലകളിൽ മഞ്ഞളിപ്പ് കാണുന്നത്. നമ്മുടെ തെങ്ങിലെ ഇലകൾ ധാരാളമായി മഞ്ഞളിച്ചും അതുപോലെ തന്നെ വളർച്ച മുരടിച്ചും കാണുന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കി കൊടുക്കണം, നമ്മുടെ മണ്ണിൽ നൈട്രജൻ്റെ അളവ് വളരെ കുറവാണെന്നും. അതായത് നമ്മുടെ തെങ്ങിൻ്റെ വളർച്ചയെയും അതുപോലെ തന്നെ ചെടിയുടെ ഉൽപ്പാദനത്തെയും, അതായത് നല്ല വിളവിനെയും നല്ലതുപോലെ ബാധിക്കുന്ന ഒരു ഘടകമാണ് നമ്മുടെ നൈട്രജൻ എന്ന് പറയുന്നത്. ഇതിനായി നമുക്ക് ഒരു വർഷത്തിൽ 1.5 കിലോ യൂറിയ അത് 2 തവണയോ 3 തവണയോ ആയിട്ട് നമ്മൾ ചെടിക്ക് കൊടുക്കുകയാണെങ്കിൽ, അതായത് നമ്മളെ തെങ്ങിന് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ തെങ്ങിന് ആവശ്യത്തിനുള്ള നൈട്രജൻ അതിൻ്റെ ചുവട് ഭാഗത്ത് തന്നെ അവിടെ കിട്ടും. മണ്ണിൽ നൈട്രജൻ്റെ അളവ് കുറയുമ്പോഴാണ് നമ്മളെ ചെടികളിൽ മഞ്ഞളിപ്പ് കാണുന്നത്. അതുപോലെ തന്നെ നല്ലതുപോലെ പച്ചപ്പ് നമ്മളെ ഓലകളിൽ കാണണമെങ്കിൽ നമ്മൾ ഇതുപോലെ 1.5 കിലോ യൂറിയ ഒരു വർഷത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ ആവശ്യത്തിനുള്ള നൈട്രജൻ നമ്മളെ ചെടിക്ക് കിട്ടിയിരിക്കും. അപ്പോൾ നമ്മുടെ തെങ്ങിൻ്റെ ഓലകളിൽ നല്ലതുപോലെ പച്ചപ്പുണ്ടാകുമ്പോൾ ഉണ്ടാകുന്നൊരു ഗുണമെന്ന് പറഞ്ഞാൽ ഫോട്ടോസിന്തസിസ്, അതായത് പ്രകാശ സംശ്ലേഷണത്തിലൂടെ നമ്മുടെ തെങ്ങിന് ആഹാരം പാചകം ചെയ്യാനുള്ള കഴിവ് വർദ്ധിക്കും. അതേസമയം ഇലകൾ മഞ്ഞളിച്ച് പച്ച നിറത്തിൻ്റെ അംശം വളരെ കുറഞ്ഞു വരുമ്പോൾ ഫോട്ടോസിന്തസിസിൻ്റെ റേറ്റും അവിടെ കുറയും. ഫോട്ടോസിന്തസിസിൻ്റെ റേറ്റ് കുറയുമ്പോൾ നമ്മുടെ ചെടികളുടെ ഇലകളിൽ, അതായത് നമ്മുടെ തെങ്ങിൻ്റെ ഓലകളിൽ ആവശ്യത്തിനുള്ള ഭക്ഷണം പാചകം ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ വരികയും, അങ്ങനെ വരുമ്പോൾ നമ്മുടെ ചെടിയുടെ വളർച്ച മുരടിക്കുകയും അതുപോലെ തന്നെ നല്ലതുപോലെ ഉൽപ്പാദനത്തെ സാരമായി ബാധിക്കുകയും ചെയ്യും. അതായത് ഉൽപ്പാദനം ശകലവുമില്ലാത്ത ഒരവസ്ഥയിലേക്ക് പോവുകയും ചെയ്യുന്നതാണ്. എന്നാൽ നൈട്രജൻ തീരെ കിട്ടാതെ വരുമ്പോൾ നമ്മുടെ ചെടിയുടെ ഇലകളിൽ നിന്നും ഈ മഞ്ഞളിപ്പ് എന്ന് പറയുന്ന ഈ ഒരു ഇത് ഉള്ളിലേക്കും കൂടി പടരും. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ചെടിയുടെ വളർച്ച, അതായത് തെങ്ങിൻ്റെ വളർച്ച പൂർണ്ണമായി മുരടിക്കും. അതുപോലെ തന്നെ പൂങ്കുലകൾ വാടിപ്പോകും. എന്നിവയൊക്കെയാണ് തെങ്ങ് കാണിക്കുന്ന പ്രധാന ലക്ഷണങ്ങൾ. അപ്പോൾ നമ്മുടെ തെങ്ങിൻ്റെ ശരിയായ വളർച്ചയ്ക്കും നല്ലതുപോലെ പൂങ്കുലകൾ ഉണ്ടാവുന്നതിനും നമുക്ക് നല്ലതുപോലെ നൈട്രജൻ വളരെ അത്യാവശ്യമായ കാര്യമാണ് തെങ്ങുകൾക്ക്. ഇങ്ങനെ നമ്മൾ തെങ്ങിന് നൈട്രജൻ്റെ ഡെഫിഷ്യൻസി വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ 1.5 കിലോയോളം നമ്മൾ യൂറിയ ചേർത്ത് കൊടുക്കണം എന്ന് പറയുന്നത്. അത് നമുക്ക് ഈ മഴ തുടങ്ങിയ, അതായത് ഈ മെയ് ലാസ്റ്റോടു കൂടി നല്ലതുപോലെ മഴ കിട്ടും. ആ സമയത്ത് നമുക്ക് 750 ഗ്രാം നമ്മളെ തെങ്ങിൻ്റെ ചുവട് ഭാഗത്ത് തടത്തിൽ ചേർത്ത് കൊടുക്കാം. അടുത്ത 750 ഗ്രാം നമുക്ക് തുലാവർഷ മഴയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ 2 തവണയായിട്ട് നമുക്ക് 1.5 കിലോയോളം യൂറിയ ചേർത്ത് കൊടുക്കണം. അതുപോലെ തന്നെ നമ്മുടെ തെങ്ങിന് നമുക്ക് ഒരു 50 കിലോഗ്രാം വരെയെങ്കിലും പൊടിഞ്ഞ ജൈവവളങ്ങൾ, അതായത് ചാണകപ്പൊടി, ആട്ടുംകാഷ്ടം, കോഴിവളം എന്നിവയൊക്കെ മിക്സ് ചെയ്ത ചാരം, ഇവയൊക്കെ മിക്സ് ചെയ്ത ഒരു കൂട്ടാണ് കൊടുക്കുന്നതെങ്കിലും ഒരു പരിധി വരെ നമ്മളെ ചെടിക്ക് ആവശ്യമുള്ള നൈട്രജൻ അതിൻ്റെ ചുവട് ഭാഗത്ത് തന്നെ കിട്ടും. പലരും എന്നോട് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്, ഈ രാസവളങ്ങൾ ഒരിക്കൽ കൊടുത്തു കഴിഞ്ഞാൽ ചെടിക്ക് സ്ഥിരമായിട്ട് കൊടുത്തില്ലെങ്കിൽ വിളവ് കിട്ടില്ല എന്നുള്ളൊരു പരാതി. അത് നിങ്ങളുടെ വെറും തോന്നൽ മാത്രമാണ്. കാരണം നമ്മളെ ചെടിക്ക് കൊടുക്കുന്ന ഈ ജൈവവളങ്ങളോ രാസവളങ്ങളോ ഇത് രണ്ടും തമ്മിൽ വ്യത്യാസത്തോടു കൂടിയൊന്നുമല്ല ചെടി സ്വീകരിക്കുന്നത്. കാരണം ചെടിക്ക് ഇതെല്ലാം അയോണുകളായിട്ടാണ് മണ്ണിൽ നിന്ന് സ്വീകരിക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ രാസവളമെന്നോ ജൈവവളമെന്നോ ഉള്ള ഒരു വേർതിരിവ് ചെടിക്കില്ല.
ഇങ്ങനെ ഒരു സംശയമുണ്ടെങ്കിൽ അത് വെറും മിഥ്യധാരണ മാത്രമാണ്. ചെടികൾക്ക് എപ്പോഴും രാസവളമെന്നോ ജൈവവളമെന്നോ ഒരു വേർതിരിവ് ചെടിക്ക് ഇല്ല. അതുപോലെ തന്നെ നമ്മളെ പച്ചില വളമായ ശീമക്കൊന്ന ഇല, ഇത് നമുക്ക് നമ്മുടെ തെങ്ങിൻ്റെ ചുവട് ഭാഗത്ത് നമുക്ക് ധാരാളം തടത്തിലിട്ട് കൊടുത്താലും നമുക്കൊരു പരിധി വരെ നമ്മളെ നൈട്രജൻ മണ്ണിൽ ലഭിക്കുന്നതിൻ്റെ ലഭ്യത കൂട്ടുവാൻ സാധിക്കും. ഇനി നൈട്രജൻ വളം കൊടുത്തു കഴിഞ്ഞു. അത് കഴിഞ്ഞാൽ തെങ്ങിന് വളരെ അത്യാവശ്യമുള്ള ഒരു വളമാണ് നമ്മളെ ഫോസ്ഫറസ് എന്ന് പറയുന്നത്. ഈ തെങ്ങിൻ്റെ വേരുകളുടെ വളർച്ചയ്ക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു ഘടകമാണ് നമ്മളെ ഫോസ്ഫറസ് എന്ന് പറയുന്നത്. നമ്മുടെ മണ്ണ് പുളിരസം കൂടിയ മണ്ണായതുകൊണ്ട് തന്നെ ആൾറെഡി നമ്മളെ മണ്ണിൽ ഫോസ്ഫറസ് ഉണ്ട്. എന്നാൽ ആ ഫോസ്ഫറസ് ഒന്നും നമ്മുടെ ചെടിക്ക് വലിച്ചെടുക്കാൻ പറ്റുന്ന അതേ കണക്കിലായിരിക്കില്ല നമ്മളെ മണ്ണിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ തെങ്ങിന് നമുക്ക് ആവശ്യത്തിനുള്ള ഫോസ്ഫറസ് വളം ചേർത്ത് കൊടുത്തുകൊണ്ടേയിരിക്കണം. അതിനായി നമുക്ക് രാജ്ഫോസ് എന്ന് പറയുന്ന ഒരു ജൈവവളം നമുക്ക് വളക്കടകളിൽ വാങ്ങിക്കാൻ കിട്ടും. കാരണം രാജസ്ഥാനിലെ മണ്ണിൽ നിന്ന് കുഴിച്ചെടുക്കുന്നത് കൊണ്ട് തന്നെ ഇത് ജൈവവളം എന്ന അളവിൽ തന്നെ നമുക്കെടുക്കാം. നമ്മുടെ തെങ്ങിൻ്റെ ഇലകൾ മഞ്ഞളിച്ചും അതുപോലെ തന്നെ ഇലകൾ കുരുട്ടിച്ചും ഒക്കെ കാണുന്നു എന്നുണ്ടെങ്കിൽ ഒരു 2 കിലോഗ്രാം വരെ രാജ്ഫോസ് നമ്മളെ തെങ്ങിന് അടിയന്തരമായിട്ട് നമ്മൾ കൊടുത്തിരിക്കണം. നമ്മുടെ മണ്ണിൽ ആവശ്യത്തിനുള്ള ഫോസ്ഫറസ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ തെങ്ങിന് ആവശ്യത്തിനുള്ള മൂലകങ്ങൾ വലിച്ചെടുക്കാനുള്ള കഴിവ് നമ്മുടെ വേരുകൾക്ക് ഇല്ലാതാവും. അതായത് വേരുകളുടെ വളർച്ച അവിടെ മുരടിക്കും. തെങ്ങിൻ്റെ വേരുകളുടെ വളർച്ച അവിടെ മുരടിക്കുമ്പോഴേക്കും നമ്മളെ തെങ്ങിന് ആവശ്യമുള്ള മൂലകങ്ങൾ മണ്ണിൽ നിന്നും വലിച്ചെടുക്കാനുള്ള ഒരു കഴിവ് തെങ്ങിന് പൂർണ്ണമായി നശിക്കും. ആവശ്യത്തിനുള്ള മൂലകങ്ങൾ തെങ്ങിന് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ തെങ്ങിലുള്ള കായ്ഫലവും വളരെ കുറയും. അതുകൊണ്ട് തന്നെ നിർബന്ധമായി നമ്മൾ 2 കിലോഗ്രാം വരെ നമ്മളെ ഫോസ്ഫറസ് വളം, അതായത് നമ്മളെ രാജ്ഫോസ് നമുക്ക് കൊടുത്തേ മതിയാവും. അതുപോലെ തന്നെ നമ്മുടെ തെങ്ങിന് ഒഴിച്ചുകൂടാൻ പറ്റാത്തത്, അതായത് ഏറ്റവും കൂടുതലായിട്ട് വേണ്ടത് എന്ന് പറയുന്നത് പൊട്ടാസ്യമാണ്. തെങ്ങ് കരുത്തോടെ വളരുവാനും നല്ല ഉൽപ്പാദനം ഉണ്ടാവുവാനും തെങ്ങിൻ്റെ നല്ല ആരോഗ്യത്തിനും നല്ല വിളവിനും ഒക്കെ വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു ഘടകം കൂടിയാണ് നമ്മളെ ഈ പൊട്ടാസ്യം എന്ന് പറയുന്നത്. ഇതിൻ്റെ അഭാവം എന്ന് പറയുന്നത് നമ്മുടെ തെങ്ങിൻ്റെ ഓലകൾക്ക് തുടക്കത്തിൽ തന്നെ ചെറിയ രീതിയിൽ മഞ്ഞളിപ്പ് കാണും. അതായത് നമ്മുടെ തെങ്ങിൻ്റെ ഓലയുടെ ഈർക്കിലിനോട് ചേർന്ന ഭാഗം ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ ഭാഗത്തും മഞ്ഞളിപ്പ് കാണും. എന്നാൽ ചില തെങ്ങുകളിലാണെങ്കിൽ ചെറിയ പുള്ളിക്കുത്ത് പോലെ തെങ്ങിൻ്റെ ഓലകളിൽ വരികയും അത് ഈർക്കിലോട് ചേർന്ന ഭാഗം എത്തുമ്പോൾ അതൊരു ബ്രൗൺ കളറായി നിറയെ കരിഞ്ഞതുപോലെ ആവുകയും ചെയ്യും. ചില തെങ്ങുകൾക്കാണെങ്കിൽ തെങ്ങിൻ്റെ ഓലകൾ മൊത്തം കരിഞ്ഞുണങ്ങിപ്പോണ ഒരു സ്ഥിതിയിലേക്കും പോകുന്നതായിട്ട് കാണാം. നമ്മുടെ തെങ്ങിൻ്റെ ഉൽപ്പാദനം പൂർണ്ണമായി നശിക്കും. അതുപോലെ തന്നെ തെങ്ങിൻ്റെ പ്രതിരോധശേഷി നശിക്കും. തെങ്ങിന് വരൾച്ചയെ പ്രതിരോധിക്കാനുള്ള കഴിവ് നശിക്കും. അതുപോലെ തന്നെ അതിൻ്റെ സ്റ്റൊമാറ്റോയിലൂടെയുള്ള ജലനഷ്ടം ധാരാളമായിട്ടുണ്ടാവും. അവസാനം ഉൽപ്പാദനം തീരെ ഇല്ലാണ്ടാവുന്ന ഒരു സ്ഥിതിയിലേക്കും പോകും. അതായത് നമ്മുടെ തെങ്ങിൻ്റെ എല്ലാ ഭാഗങ്ങളിലും എല്ലാ പാർട്സുകളിലും കാണുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് പൊട്ടാഷ്. അതുകൊണ്ട് തന്നെ നമ്മുടെ തെങ്ങിന് ആവശ്യത്തിനുള്ള പൊട്ടാഷ് എന്ന് പറയുന്ന വളം നമ്മൾ മണ്ണിൽ ചേർത്ത് കൊടുത്തേ മതിയാവും. ഇത് നമ്മുടെ ചെടിയുടെ പല ഭാഗങ്ങളിലും സ്റ്റോർ ചെയ്യാനുള്ള കഴിവോ എന്നാൽ മണ്ണിൽ ഇതിന് പൊട്ടാസ്യത്തിനെ പിടിച്ചു നിർത്താനുള്ള കഴിവോ ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു വർഷത്തിൽ 2 കിലോഗ്രാം നമ്മൾ നല്ലതുപോലെ കായ്ക്കുന്ന ഒരു തെങ്ങിന് പൊട്ടാഷ് കൊടുത്തിരിക്കണം. അതായത് കായ്ക്കുന്ന ഒരു തെങ്ങിന് നമുക്ക് 2 കിലോഗ്രാം വരെ പൊട്ടാഷ് കൊടുത്തിരിക്കണം. നമുക്ക് 500 ഗ്രാം വീതം വെച്ച് 3 മാസം കൂടുന്ന സമയങ്ങളിൽ നമ്മളെ തെങ്ങിന് കൊടുത്തുകൊണ്ടേയിരിക്കണം. അപ്പോൾ ഒരു വർഷമാകുമ്പോഴേക്കും 2 കിലോഗ്രാം പൊട്ടാഷ് നമ്മുടെ തെങ്ങിന് കിട്ടിയിരിക്കും. അതുപോലെ തന്നെ വേനൽക്കാലത്ത് നനയ്ക്കുന്ന തെങ്ങാണെങ്കിൽ മാത്രമേ നമ്മൾ ഈ ഒരളവിൽ കൊടുക്കാവൂ. പൊട്ടാഷ് നമ്മൾ ചുവട്ടിൽ ചേർത്ത് കൊടുക്കുന്ന സമയത്തും മേൽമണ്ണുമായിട്ട് ഇളക്കി കൊടുക്കുന്ന സമയത്തും നല്ലതുപോലെ ഒരു 50% നനവ് നമ്മുടെ തെങ്ങിൻ്റെ ചുവട് ഭാഗത്തുണ്ടായിരിക്കണം. ഇട്ടതിന് ശേഷവും എപ്പോഴും നനവ് നിലനിർത്താൻ നോക്കണം. ഇനി നമ്മുടെ തെങ്ങുകളിൽ ധാരാളമായിട്ട് കണ്ടുവരുന്നതാണ് നമ്മളെ മഗ്നീഷ്യത്തിൻ്റെ ഡെഫിഷ്യൻസി എന്ന് പറയുന്നത്. ഈ മഗ്നീഷ്യം നമ്മുടെ മണ്ണിൽ ഇല്ല എന്ന് മനസ്സിലാകുന്നത് നമ്മുടെ
തെങ്ങുകളിൽ നല്ലതുപോലെ വെയിലടിക്കുന്ന ഭാഗങ്ങളിൽ ചെറിയ മഞ്ഞളിപ്പ് കാണുന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം നമ്മുടെ മണ്ണിൽ മഗ്നീഷ്യത്തിൻ്റെ കുറവ് ധാരാളമായിട്ടുണ്ട് എന്നാണ്. അതായത് സൂര്യപ്രകാശം നേരിട്ടടിക്കുന്ന ഇലകളിൽ മഞ്ഞളിപ്പ് ധാരാളമായിട്ട് കാണുന്നുണ്ട് എന്നുണ്ടെങ്കിലാണ് നമ്മൾ ഈ മഗ്നീഷ്യത്തിൻ്റെ കുറവ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇതിൻ്റെ കുറവ് നികത്താനായിട്ട് നമുക്ക് ഒരു 1/2 കിലോഗ്രാം മഗ്നീഷ്യം സൾഫേറ്റ് നമ്മുടെ ഒരു തെങ്ങിനെന്ന വിധത്തിൽ നമുക്ക് കൊടുക്കാം. മഗ്നീഷ്യം സൾഫേറ്റ് കൊടുക്കുമ്പോൾ ഉള്ളൊരു ഗുണമെന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, അതായത് ഫോസ്ഫറസ് നമ്മുടെ മണ്ണിൽ അവൈലബിൾ ആയിട്ടുള്ള രീതിയിലല്ല കിടക്കുന്നത് എന്ന്. അങ്ങനെ വരുന്ന ഫോസ്ഫറസിനെ നമ്മുടെ ചെടിക്ക് പെട്ടെന്ന് വലിച്ചെടുക്കാൻ പറ്റുന്ന രൂപത്തിലേക്ക് മാറ്റി കൊടുക്കുവാൻ ഈ മഗ്നീഷ്യം കൊടുക്കുന്നതിലൂടെ ചെടികൾക്ക് സാധിക്കും. മഗ്നീഷ്യം കൊടുക്കുന്നതിലൂടെ ചെടികൾക്ക് നല്ല കരുത്തോടെ വളരുവാനും അതുപോലെ തന്നെ നല്ല ഹരിതകം ചെടികളുടെ ഇലകളിൽ ഉണ്ടാകുവാനും സാധിക്കും. ഈ ഹരിതകം നമ്മുടെ തെങ്ങോലകളിൽ കൂടുതലായിട്ട് വരുമ്പോൾ ഫോട്ടോസിന്തസിസിൻ്റെ റേറ്റ് സ്വാഭാവികമായിട്ടും അവിടെ കൂടും. അതോടൊപ്പം നമ്മുടെ തെങ്ങിൽ ധാരാളം കായ്ഫലം ഉണ്ടാകുവാനും നല്ല വളർച്ച ഉണ്ടാകാനും സഹായിക്കും. മറ്റ് രാസവളങ്ങളോടൊപ്പം ഒരു കാരണവശാലും മിക്സ് ചെയ്ത് നമ്മൾ മഗ്നീഷ്യം സൾഫേറ്റ് കൊടുക്കാനേ പാടില്ല. ഇനി നമ്മുടെ തെങ്ങിലുണ്ടാകുന്ന തേങ്ങകൾ നീണ്ടുപോവുകയും അതുപോലെ തന്നെ അത് വെടിച്ച് കീറി കാണുകയും ചെയ്തു കഴിഞ്ഞാലും പേട് തേങ്ങ ഉണ്ടായാലും നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം, ഇങ്ങനെയുള്ള വികൃതമായ രൂപത്തിലും മറ്റുമൊക്കെ തേങ്ങ കാണുന്നത് നമ്മുടെ മണ്ണിൽ ഈ ബോറാക്സ് എന്ന് പറയുന്ന ആ ഘടകം ബോറോണിൻ്റെ കുറവ് കൊണ്ടാണ്. ബോറോൺ എന്ന് പറയുന്നത് ഒരു സൂക്ഷ്മമൂലകമാണ്. അത് പറയുന്നത് പോലെ തന്നെ വളരെ കുറച്ചേ വേണ്ടി, അതായത് ഒരു 100 ഗ്രാമോ 150 ഗ്രാമോ ഒരു 5 കിലോ ചാണകപ്പൊടിയോ അല്ലെങ്കിൽ ആട്ടുംകാഷ്ടമോ കോഴിവളമോ എടുത്ത ശേഷം ഇതിലേക്ക് മിക്സ് ചെയ്ത് നമ്മുടെ തെങ്ങിൻ്റെ തടത്തിൽ മണ്ണുമായിട്ട് ഇളക്കി ചേർത്ത് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇത് നമുക്ക് ഒരു വർഷത്തിൽ 2 തവണ, അതായത് 6 മാസം കൂടുന്ന സമയങ്ങളിൽ നമുക്ക് കൊടുക്കാം. ഇതുപോലെ നമുക്ക് ബോറാക്സ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ തെങ്ങുകളിലുണ്ടാകുന്ന വികൃതമായ തേങ്ങകളും പേട് തേങ്ങകളും ഒന്നും ഇല്ലാതെ നല്ലതുപോലെ തന്നെ നമുക്ക് ആദായം ലഭിക്കും. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ വളപ്രയോഗം നടത്തുകയാണെങ്കിൽ നമ്മുടെ തെങ്ങിൽ നിന്നും ധാരാളം വിളവ് നമുക്ക് ലഭിക്കും. അപ്പോൾ നമ്മുടെ തെങ്ങിനെ നല്ലതുപോലെ ഒന്ന് വീക്ഷിച്ചാൽ തന്നെ നമ്മുടെ തെങ്ങിന് എന്താണ് കുറവ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതായത് തെങ്ങ് മൊത്തത്തിൽ ഒരു മഞ്ഞളിപ്പ് കാണുന്നെങ്കിൽ അവിടെ നൈട്രജൻ്റെ അഭാവമാണ്. തെങ്ങ് വളർച്ച മുരടിച്ച് കാണുന്നു എന്നുണ്ടെങ്കിൽ, അതായത് ആവശ്യത്തിനുള്ള വളർച്ച ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ ഫോസ്ഫറസിൻ്റെ കുറവാണ്. തെങ്ങോലയുടെ ഈർക്കിലോട് ചേർന്ന ഭാഗം പച്ച നിറത്തിലും ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ മഞ്ഞളിച്ചൊരു ഇലകൾ കരിഞ്ഞ് ഉൽപ്പാദനം തീരെ കുറഞ്ഞു പോവുകയാണെങ്കിൽ അത് പൊട്ടാസ്യത്തിൻ്റെ അഭാവം മൂലമാണെന്നും, ഇനി നമ്മുടെ തെങ്ങിലുണ്ടാകുന്ന കാകൾ വികൃതമായി പല ഷേപ്പിലും കാണുന്നു എന്നുണ്ടെങ്കിൽ അത് നമ്മളെ ബോറാക്സിൻ്റെ അഭാവമാണെന്നും, ഇങ്ങനെ നമുക്ക് ഓരോ കാര്യങ്ങളും വീക്ഷിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ചെടിക്ക് എന്താണ് കുറവെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഈ വീഡിയോ മച്ചാമാർക്ക് ഈ സമയത്ത് ഉപകാരപ്പെടുമെന്ന് തന്നെ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നത് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ ഇനി കൃഷിയെക്കുറിച്ച് അറിഞ്ഞൂടാത്ത മറ്റ് മച്ചാമാർക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മടിക്കരുത്. അതോടൊപ്പം കടയ്ക്കലമ്മ ഗ്രാഫ്റ്റിംഗ് എന്ന് പറയുന്ന മറ്റൊരു ചാനൽ എനിക്കുണ്ട്. ആ ചാനലിലൂടെയും നിങ്ങൾക്ക് കൃഷിയെക്കുറിച്ചുള്ള നല്ല അറിവുകൾ ലഭിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ കടയ്ക്കലമ്മ ഗ്രാഫ്റ്റിംഗ് എന്നതിൻ്റെ ഈ ചാനൽ കൂടി നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ നല്ലൊരറിവുമായി നമുക്ക് അടുത്ത ദിവസം കാണാമെന്ന ശുഭപ്രതീക്ഷയോടുകൂടി തന്നെ നിർത്തുന്നു. എല്ലാ മച്ചാമാർക്കും നന്ദി, നമസ്കാരം.